ദാസിയെ വളരെ സ്നേഹത്തോടും അതിനോടും കൂടെ ഹല്ലേലൂയ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. എബെനേസർ മലയാള ഫെലോഷിപ്പ് ചർച്ചിന്റെ പേരിലും അല്ലെന്റെ വ്യക്തിപരമാകുന്ന പേരിലും സ്വാഗതം ആശംസിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ അന്നമ്മ തോമസ്. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. ക്ലിയർ ആണോ? ക്ലിയറാ, കേക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി ഫേവാസിസ്റ്റർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പരിചയവും മുൻപേ ഇല്ല എങ്കിലും കർത്താവിന്റെ നാമത്തിൽ എന്നെ ക്ഷണിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. എന്നാൽ അന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു ദൈവീക പരിജ്ഞാനമോ ദൈവകൃപയോ എനിക്കില്ലായിരുന്നു. ഞാൻ ദൈവത്തെ അറിയുന്നു എങ്കിലും ദൈവമെന്ന് ഓർത്ത് കർത്താവിനെ ആരാധിക്കുകയോ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയോ ചെയ്തിട്ടുള്ളവളല്ല. കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വെറും ഒരു പാപിയായി ജീവിച്ചു. ആ പാപത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ എല്ലാവരും വളർന്നു. എൻ്റെ മാതാപിതാക്കൾ ഒരു പരിപരുക്കൻ ജീവിതത്തിൽ മുൻപോട്ട് പോയവരായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കളെയും വളർത്താനുള്ള കഴിവോ പ്രാപ്തിയോ അവർക്കില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. 27 വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ പലവിധമായ ഛിദ്രങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു നന്മ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയാഞ്ഞതുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയതായ ഒരു സമയം ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കിണറ്റിൽ ചാടണമെന്ന് വിചാരിച്ച് പോയി. ഒരു അർദ്ധരാത്രിയിലാണ് കടന്നു പോയത്, ആരും കാണരുതെന്ന് വിചാരിച്ച്. ആത്മഹത്യക്കായിട്ട് ഒരുങ്ങി ഞാൻ ഇറങ്ങിപ്പോയി കിണറ്റിൽ ചാടാനായിട്ട് തുടങ്ങിയപ്പോൾ ആരും കാണുകയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പെട്ടെന്ന് എൻ്റെ കൈക്ക് പിടിച്ച് പുറകോട്ട് വലിക്കുന്നതായ ഒരു ഇത് ഞാൻ അറിഞ്ഞു. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇത് ആരെങ്കിലും കണ്ടതാണെന്നാണ് അന്നേരം ആ സമയത്ത് എൻ്റെ ചിന്താഗതിയിൽ വന്നത്. ഞാൻ വിചാരിച്ചു ഇത് ആരെങ്കിലും എന്നെ പിടിച്ചു വലിച്ചതാണെന്ന്. ഞാൻ ഓർത്തു ആരോ എന്നെ കണ്ടു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ കയറി പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ കയറി പോയി. ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്നു. കുറേ സമയത്തോടെ എനിക്ക് ഉറക്കമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയും മരിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര പെട്രോൾ ബസ് അടിക്കുന്ന പോലെ ഒരു വെളിച്ചം എന്നിലേക്ക് കയറി വന്നു. ആ പെട്രോൾ ബസ് അടിച്ച ആ വെളിച്ചത്തിനുള്ളിൽ യേശു ക്രിസ്തു വന്ന് നിൽക്കുന്നതും യേശുവിൻ്റെ കൈ ആണിപ്പഴുത്തുള്ളതായ കൈ എന്നെ കാണിക്കുന്നതായ ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. ദൈവമില്ലയോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കരയുന്നതായ സമയത്താണ് ആ കാഴ്ച ഞാൻ കാണുന്നത്. പെട്ടെന്ന് എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ നിന്നെ ഈ തവാർണയിൽ നിന്ന് പറിച്ചു നടുവെന്ന്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് തവാർണയിൽ നിന്ന് പറിച്ചു നടുന്നത്? വല്ല റബ്ബർ തൈ പോലെയുള്ള ഇതുവല്ലോ ആയിരിക്കുമോ? അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പം ഞാൻ പറിച്ചു നടുവെന്നൊക്കെ എന്നോട് പറയുമ്പോൾ ഇതെന്താണ്? പിന്നെ എന്നോട് ഞാൻ കേൾക്കുകയാണ്, എളിയവരോട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന്. ഇതും എനിക്കറിയത്തില്ല, ഇത് എന്താണെന്ന് അറിയത്തില്ല. വേദപുസ്തകം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ഇതെന്താണെന്നൊന്ന് ഗ്രഹിക്കാൻ. ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ച് കുറേ നാളുകൾ കഴിഞ്ഞു. പിന്നെ വീട്ടിലെ അസമാധാനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഒരു സ്വസ്ഥതയുമില്ല. ഒരിക്കലും ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കയറി വരികയും എന്നോട് ഈ തിരുവചനം പറയുകയും, ഞാനും എൻ്റെ അമ്മയും മാത്രം ഉണ്ടായിരുന്ന സമയങ്ങളിലാണ് ആ ദൈവദാസൻ കടന്നു വന്നത്. ഞങ്ങളോട് ഞാൻ കണ്ട ദർശനത്തെക്കുറിച്ച് പറയുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ആക്കിയിരിക്കുകയാണ്, ദൈവം വിളിച്ചിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അത്രത്തോളം ഒരു ഇത് അറിഞ്ഞിട്ടില്ല, ഞാനത് ചിന്തിച്ചിട്ടില്ല. എന്താണ് കർത്താവിൻ്റെ വേലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. ഞങ്ങളുടെ ദേശത്ത് ഒരു വെളിച്ചമോ ഒന്നുമില്ലാഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ അവിടെ ആ ദേശത്ത് ചില സാധുക്കളായ ദൈവമക്കൾ ദൈവത്തെ അറിയാൻ ഇടയായി. അതുമൂലം അവിടെ ചില ദൈവദാസന്മാർ ആ അയൽവക്കത്തുള്ള ഒരു വീട്ടിൽ കടന്നു വരികയും
അവർ വലിയ കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നതൊക്കെ കാണാനും ഒക്കെ അവിടെ പോകാനും ഇടയായി. അന്ന് അവിടെ വന്നതിൽ ഒരു ദൈവദാസൻ പറഞ്ഞു, ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു മരണം നടക്കും, അതൊരു വലിയ വിലാപയാത്രയാണെന്ന്. അപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം, ഉന്നതന്മാരായ ആൾക്കാരെല്ലാം വിളകി, ഓ ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാണ്, ഇവന്മാരെ അടിച്ചു ഓടിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ 7ാമത്തെ ദിവസം അവിടുത്തെ സഭയിലുള്ള ഒരു പള്ളിയിലെ അച്ഛൻ മരിച്ചു. അതിൻ്റെ കിഴക്ക് വശത്ത് തന്നെയായിരുന്നു ആ അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു വലിയ വിലാപയാത്രയായി നടക്കുവാനിടയായി. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടായി. ദൈവാത്മാവാണ് ഇത് സംസാരിക്കുന്നത്, ഈ ദേശത്ത് ചിലതൊക്കെ നടക്കും, സംഭവിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ തന്നെ വിചാരിച്ച് ഞങ്ങളും ആ ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് ചിന്തിച്ചു. ഇങ്ങനെ എന്താ വെച്ചാൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളമാരും ഒക്കെ പോയെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ അത്രമാത്രം ഒരു ആശ്വാസം വരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും കുറേ നാളുകൂടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. എന്നാൽ ഒരു ദിവസം ദൈവാത്മാവ് കൃത്യമായിട്ട് എന്നോട് ഇടപെട്ടു. നീ എൻ്റെ വേലയ്ക്കുള്ളതാണ്, ഞാൻ ചില ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം നിന്റെ നാവിൽ എൻ്റെ വചനം തന്ന് ഞാൻ നിന്നെ അയക്കുമെന്ന്. അത് കേട്ടപ്പോഴും എനിക്ക് അത്രത്തോളം മനസ്സിലായില്ല എങ്കിലും ചില ശുശ്രൂഷകരായ ചില ദൈവദാസിമാര് ഞങ്ങളുടെ ഭവനത്തിൽ വന്നേച്ച് എന്നോട് പറഞ്ഞു, ആന്റിയെ ദൈവത്തെ ഉള്ളതാണ്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതാണ്, വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങി പാർക്കാനല്ല, കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു. ചില നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആ സഭയിൽ തന്നെ ഞാൻ ആരാധനയ്ക്ക് ആരും കാണാതെ പോകാൻ തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായി. ഞാൻ ആരും അറിയാതെ സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നെ ഒറ്റയടിക്ക് താഴെ ഇട്ടു. ഇനിയും എൻ്റെ വീട്ടിൽ കയറി പോകരുത് എന്ന് പറഞ്ഞ് മൂക്കിൽ കൂടെയും വായിക്കൂടെയും ഒക്കെ ചോര വന്ന് അന്ന് തന്നെ മരിക്കുമെന്ന് എൻ്റെ അമ്മ ഓർത്ത പേടിച്ച് എന്തൊക്കെയോ അമ്മ എന്നെ ശുശ്രൂഷിച്ചിട്ട് അടുത്ത ഒരു വീട്ടിൽ പറഞ്ഞു വിട്ട് അങ്ങനെ ചില ദിവസങ്ങൾ അവിടെ പാർക്കപ്പെടുവാനിടയായി. വലിയ പ്രതിസന്ധികൾ ഓരോ ദിവസവും ഉണ്ടാകാനിടയായെങ്കിലും അതിനകത്തൊക്കെ പിടിച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. നാളുകൾ കഴിഞ്ഞപ്പോഴേ എൻ്റെ അപ്പൻ എന്നോട് പറയുകയാണ്, ഇനിയും നിന്നെ കെട്ടിച്ചു വിടുവോ, നിന്നെ കെട്ടിച്ചു വിടണമെങ്കിൽ ഒരു ഉണക്കക്കം ഒടിച്ചിട്ടേച്ച് പറഞ്ഞു, ഇത് മുറി കൂടുന്ന കാലത്തെ നിന്നെ കെട്ടിച്ചു വിടുകയുള്ളെന്ന്. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അവരോട്, യേശു ക്രിസ്തു ജീവിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാനൊരു മനുഷ്യനെ നോക്കി അല്ല ഇറങ്ങിയത്, സർവശക്തനായ ദൈവത്തെ നോക്കിയാണ് ഇറങ്ങിയതെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്യിപ്പിക്കുമെന്ന് പറയുവാനിടയായി. എൻ്റെ കർത്താവ് ചില നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുവാനിടയായി. എന്നാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. ആ കർത്താവിൻ്റെ ദാസന്റെ വീട്ടിൽ നിന്നും ഒറ്റയ്ക്കാണ് ആ പുള്ളിയും രക്ഷിക്കപ്പെട്ടത്. ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ഇടയാകി. എങ്കിലും കർത്താവ് ഞങ്ങളെ യോജിപ്പിച്ചു. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മാതാപിതാക്കൾ തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ ദൈവം സഹായിപ്പിച്ചു. ഇറക്കി വിട്ട എന്നെ തല്ലി ഇറക്കി വിട്ട് കമ്പ് മുറി കൂടുമോ എന്ന് പറഞ്ഞ് കമ്പ് മുറി കൂടുന്ന കാലത്തെ നിന്നെ കെട്ടിക്കൊള്ളെന്ന് പറഞ്ഞ കാലത്ത് ദൈവം അത് ചെയ്യിപ്പിച്ചു. ദൈവത്തിന്റെ അത്ഭുതം അവർ കാണുവാനിടയായി. അവർ തന്നെ പറഞ്ഞത് അവർ തന്നെ പ്രവർത്തിക്കുവാനും ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കഷ്ടങ്ങളിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. ഒരു നിന്ദയും അപമാനവും ആകേണ്ട സ്ഥാനങ്ങളിൽ, വളരെ നിന്ദയോടെ പോകേണ്ട സ്ഥാനങ്ങളിലൊക്കെ കർത്താവിനെ മാനിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും പ്രതിസന്ധികൾ എൻ്റെ ജീവിത പടകിന് ആഞ്ഞടിച്ചുവെങ്കിലും ഇനിയും ഞങ്ങൾക്ക് അന്ന് എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിപ്പിച്ചെങ്കിലും ഒന്നും തരാതെ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കെന്ന് പറഞ്ഞു പോകുന്നവർ അങ്ങനെ പൊക്കണം, ഇവിടെ കയറരുതെന്ന്. കൃപയാൽ
ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ വാടക വീടുകൾ കയറി ഇറങ്ങി സാഹചര്യങ്ങൾ വന്നു. വിവിധ തരത്തില് ഭക്ഷണത്തിന് ഇല്ലാതെ ഭാരപ്പെട്ടു. വിവിധ തരങ്ങളിൽ കൂടെ ഭാരപ്പെടേണ്ട അവസ്ഥകൾ വന്നു. എങ്കിലും അവിടെയൊന്നും ദൈവം ലജ്ജിപ്പിച്ചില്ല. ലജ്ജിപ്പിക്കാതെ ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അവസാനം എങ്ങനെ കാര്യങ്ങൾ ഓടും എന്നോർത്ത് ഭാരപ്പെട്ട് ഒരു ദിവസം എൻ്റെ ഭവനത്തിൽ ഞങ്ങള് ഈ കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് കയറി ചെന്നു. ഒരു ദിവസം അവിടെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരു പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുമ്പോ എൻ്റെ മൂത്ത ആങ്ങളെ എന്നോട് പറഞ്ഞു, ഈ പെര ഇടിച്ചിട്ട് നിന്റെ മക്കളെയും കൂടെ കൊല്ലുമെന്ന്. ഞാൻ ഒരക്ഷരം പോലും പറയാൻ ഇടയായില്ല. കർത്താവ് സൂക്ഷിക്കട്ടെ, എനിക്ക് പ്രാണൻ തന്നത് കർത്താവാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്തത് കർത്താവാണല്ലോ. ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളുടെ പ്രാണനെ കർത്താവിൻ്റെ ജീവഭാണ്ഡത്തിൽ വെച്ചിരിക്കുന്നതായതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും എന്നെയും സൂക്ഷിക്കാൻ കർത്താവിന് കഴിയും. അന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ തിരുവചനം പഠിക്കാനായിട്ട് ഏഴംകുളം ബൈബിൾ കോളേജിലേക്ക് പോയിരിക്കുന്ന സന്ദർഭമായിരുന്നു. കൃപയാൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവൻ വന്ന് വേറൊരു രാമൂർ എന്ന സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി, ഈ വില്ലേജുകാരുടെ പറമ്പിൽ ഒരു ഷെഡ് കെട്ടി ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ദൈവം സഹായിച്ചു. അന്ന് കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നത് കൊണ്ട് വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഇതുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, എവിടെ സ്കൂളിൽ വിടും, ഇങ്ങനെയൊക്കെ ഭാരം ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവ് കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. അത്ഭുതകരമായി ദൈവം നടത്തി. കഷ്ടങ്ങൾ വരുന്നു എങ്കിലും അതൊക്കെയും ഞാൻ പിന്നീട് വിചാരിക്കുമ്പോൾ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിരുന്നു. അതൊന്നും ദോഷത്തിനായിട്ടല്ല. എന്നെ ഇറക്കി വിട്ടത് നന്മയ്ക്കായിട്ടായിരുന്നു. എന്നെ ഇറക്കി വിട്ടത് ദോഷത്തിനായിട്ടല്ല. അതെന്റെ കർത്താവ് ചെയ്തതാണ്. കർത്താവ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഞാനൊരു പാപിയായി ജീവിച്ചപ്പോൾ ആ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എന്നെ കരയേറ്റിയ ദൈവമാണല്ലോ, എന്നെ രക്ഷിച്ച ദൈവമാണല്ലോ എന്നോർത്ത് എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, എന്നെ രക്ഷിച്ച ആ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഓരോ ദിവസവും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും കർത്താവിനെ വിടുവിച്ചല്ലോ. ഇനിയും എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് വിചാരിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് വയനാടിന്റെ പ്രദേശത്ത് വരുവാൻ ദൈവം സഹായിച്ചു. വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ഇങ്ങനെ പറഞ്ഞു വിളിച്ചതായ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഗോസ്പൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ്. അതിനോട് ചേർന്ന് ഞങ്ങള് 88 വയനാട്ടിൽ വരുവാൻ ദൈവം സഹായിച്ചു. ഈ വയനാട്ടിൽ വെച്ചാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതൊക്കെ. എന്നാൽ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ഓർത്തു. വയനാട്ടിലല്ലേ, ആദിവാസികളുടെ ഇടയിലല്ലേ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് ലഭിക്കുന്നത് 160 രൂപ ഒരലവൻസായിട്ട് ലഭിക്കുമായിരുന്നു. കൃപയാൽ ആ കഷ്ടങ്ങളിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു. അന്നും കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. തിരുവചനം പറയുവാൻ, ഓരോ വീട്ടിലും കയറി ഇറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ എങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കും, അവരെ മുൻപോട്ട് വിടും എന്നൊക്കെ ഓർത്ത അനേക നിമിഷങ്ങളുണ്ട്. അവയിൽ നിന്നും കർത്താവ് ഞങ്ങളെ ഓരോ നിമിഷങ്ങളും അത്ഭുതകരമായി നടത്തി. എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി ഞങ്ങളെ അതിൽ നിന്നൊക്കെ വിടുവിച്ചു. എന്നാൽ വൈത്തിരി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന സമയത്ത് എൻ്റെ മൂത്ത കുഞ്ഞിന് 3 മാസം മാത്രമേ പ്രായമായുള്ളൂ. രാത്രിയിൽ ഞങ്ങളെല്ലാം കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്നതായ സമയത്ത് ഒരു 12:45 ആയപ്പോൾ ഒരാൾ വന്ന് വിളിച്ചു. ഒരാൾ വന്ന് വിളിച്ചു പറഞ്ഞു, കല്യാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്ന് വരാമോ എന്ന്. അപ്പൊ
ആദിവാസികളിൽപ്പെട്ട ഒരു സഹോദരിയാണ് ഈ കല്യാണി എന്ന് പറയുന്നത്. അത് കൊണ്ട് വന്നപ്പം വിളിക്കാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. രാത്രി എൻ്റെ ഭർത്താവ് എഴുന്നേറ്റു. ഇതിനൊക്കെ മുമ്പ് ഒരു 9 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, പപ്പ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതായ ഒരു രംഗം ഞാൻ കാണുന്നു. അതുകൊണ്ട് പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം പോകാനെന്ന്. അന്ന് രാത്രി വിളിച്ചു ഉണർത്തി ഇറങ്ങിച്ചെന്ന് കതക് തുറക്കുകയും 2ക്ക് 2 പട്ടിക വെച്ച് 4 പേര് കൂടി പുള്ളിക്കാരനെ അടിച്ചു. ഒരു വശം ഈ ഇടത്തു വശം തളർന്നു, കൈ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആക്കി തീർത്തു. തലയിൽ 12 സ്റ്റിച്ചിനുള്ള അടി. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 സഹോദരിമാരുണ്ടായിരുന്നു, അവർക്കിട്ടും അടിച്ചു. അന്ന് RSSകാരുടെ വലിയ ഒരു ഇങ്ങനെ വലിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന RSSകാർ ഇങ്ങനെ മികച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ കർത്താവ് അവിടെ നിന്നും ഞങ്ങളെ രക്ഷിച്ചു, ആ മരണത്തിൽ നിന്നും വിടുവിച്ചു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അനേക ആദിവാസികൾ അവിടുന്ന് ആ പ്രാവശ്യം തന്നെ 15 പേര് സ്നാനപ്പെടാനിടയായി. അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ചെയ്യുന്ന പരീക്ഷകളും പരിശോധനകളും ഒക്കെ വരുമ്പോൾ അതിൽ നിന്നെല്ലാം കർത്താവ് രക്ഷിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നവൽക്കാലം ഒരു വചനം കൂടെ പറഞ്ഞോട്ടെ. അതിനിടയ്ക്ക് സാക്ഷ്യങ്ങൾ പിന്നീട് കുറേശ്ശെ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമായിരുന്നതുകൊണ്ട്, ആ വെളിച്ചമായവൻ എന്നിൽ വന്നതുകൊണ്ടാണ് ഈ രക്ഷയിലേക്ക് ദൈവം എന്നെ നടത്തിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇരുട്ടിൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കുന്നതാണ് വെളിച്ചം കടന്നു വരുമ്പോഴുള്ള ആ കാരണങ്ങൾ. ഇരുട്ട് മാറിയ ഒരു ഹൃദയത്തിൽ മാത്രമേ വെളിച്ചത്തിന് കടക്കാൻ കഴിയത്തുള്ളൂ. വെളിച്ചം വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് മാറാനിടയായത്. വേണ്ട പോലെ വെളിച്ചം പ്രാപിക്കാത്ത നാളുകളിൽ നമുക്ക് വെളിച്ചത്തിലേക്ക് വരുവാനോ വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനോ കഴിയത്തില്ല. ഇരുട്ട് മാറി കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ചിന്താഗതികളിൽ വരുന്ന മാറ്റമാണ്. ചിന്താഗതികളിൽ മാറ്റം വന്നപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങി. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. അനേകർ രക്ഷിക്കപ്പെടുവാനും അനേകർ സ്നാനപ്പെടുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. വചനം പറയുന്നിടത്തൊക്കെയും ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല രോഗികൾ സൗഖ്യമാകുവാൻ ഇടയായി. ആദിവാസികളുടെ ഇടയിൽ തന്നെ അനേക രോഗികൾ കടന്നു വന്ന് സൗഖ്യമാകുവാൻ ഇടയാക്കി. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ആ ദേശത്ത് ഒന്നും ഈ വയനാടിൽ വൈത്തിരി എന്ന് പറയുന്ന പ്രദേശത്തൊന്നും ഒരു വേലകളും ഇല്ലായിരുന്ന, സുവിശേഷത്തിന്റെ വാതിലുകളൊന്നും ഇല്ലായിരുന്ന സ്ഥാനത്ത് അനേക സഭകൾ അവിടെ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് അവിടെ 8 സഭകളോളം ആ ദേശത്തുണ്ടാകുവാൻ അത് കാരണമായി. ദൈവത്തിന് മഹത്വം. IPC, ഷാരോൻ, ചർച്ചകോട്, ഇങ്ങനെ പല സഭകളും അവിടെ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇരുളിന്റെ പ്രവൃത്തികൾ അനേക ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഷ്ടമനുഭവിക്കുന്ന അനേക ജനങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ ദൈവം സഹായിച്ചു. വെളിച്ചമായ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. യഹോവ എൻ്റെ വെളിച്ചമാണെന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദിന്റെ അനുഭവത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ദാവീദ് കഷ്ടം അനുഭവിച്ചപ്പോൾ ആ ചെറുപ്രായത്തിലെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചുവെങ്കിലും തൻ്റെ ജീവിതപ്പടവിന് നേരെ വന്ന പ്രതിസന്ധികള്, എൻ്റെ മാതാപിതാക്കൾ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി വനാന്തരങ്ങളിലാണ്. ആ വനാന്തരങ്ങളിൽ ചെന്നപ്പോൾ ഈ ആടുകളുമായിട്ട് മേയ്ക്കുവാൻ ചെന്ന സമയത്ത് ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും കടന്നു വന്നു. എന്നാൽ അതിനെ
തന്റെ ശക്തിയാലല്ല, കർത്താവിന്റെ ആത്മാവ് വന്നിട്ട് അതിനെ വലിച്ചു കീറുവാനിടയായി. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. ഈ വെളിച്ചമാകുന്ന കർത്താവ് ദാവീദിന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈ വെളിച്ചമാകുന്ന കർത്താവ് വന്നാൽ അനേക ഇരുട്ടിന്റെ ശക്തികളെ മാറ്റി ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരുവാൻ ദൈവം ഇടയാക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. ഒരു നാളും നമ്മളെ അനാഥരായി വിടുകയില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇതിലിരിക്കുന്ന പലരും പല വേദനകളിലും ഭാരങ്ങളിലും ദുഃഖങ്ങളിലും കടന്നു വന്നവരുണ്ട്. എന്നാൽ ദൈവം അതിന്റെ മധ്യേ പ്രവർത്തിക്കും. ദൈവം വലിയവനായ ദൈവമാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമ്മുടെ ചിന്താവധികളിൽ വന്ന് ചിന്താമണ്ഡലത്തിൽ വന്നിട്ട് അതിനെ ഇരുട്ടിലേക്ക് നയിക്കുന്ന പല ശക്തികളുമുണ്ട്. എന്നാൽ ആ ഇരുട്ടിലേക്ക് നയിക്കുന്ന ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് വിടുവിച്ച് യേശുവിന്റെ വെളിച്ചം ചിന്താമണ്ഡലത്തിലേക്ക് കയറിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയാകും. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആ ചിന്താമണ്ഡലങ്ങളിലെ ജഡത്തിന്റെ സകല പ്രവൃത്തികളും ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിച്ച് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇത് പ്രവൃത്തിയിലാണ് വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിക്കുന്ന പ്രവൃത്തികളിൽ കൂടിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ചിലരുടെ ഹൃദയങ്ങളിൽ ഇരുട്ട് കയറുകയും ചിലരുടെ ഹൃദയങ്ങളിൽ വെളിച്ചം വരികയും ചെയ്യും. വെളിച്ചം യേശുക്രിസ്തുവിൻ്റെത്. സത്യമാണ്. ദൈവവും നിത്യജീവനുമാണ്. യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാവുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചമുള്ളവൻ ആകും. കർത്താവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചമുള്ളവനാകും. ജീവന്റെ വെളിച്ചമുള്ളവനാകും. ജീവന്റെ വെളിച്ചം നമ്മുടെ പ്രാണനിലാണ്. ജീവന്റെ വെളിച്ചവും ഇരുളിന്റെ പ്രവൃത്തികളും ഇരിക്കുന്നത്. വെളിച്ചത്തിന്റെ പ്രവൃത്തികളും ഇരുളിന്റെ പ്രവൃത്തികളും നമ്മുടെ പ്രാണനിലാണ് ഇരിക്കുന്നത്. ആ പ്രാണനിൽ നിന്ന് വരുന്നതാണ് ഇരുട്ടാണോ വെളിച്ചമാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം നമുക്കറിയുവാൻ കഴിയും ഇവൻ വെളിച്ചത്തിലേക്ക് വന്നോ ഇവൻ ഇരുട്ടിലേക്ക് പോകുന്നോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇരുട്ടിന്റെ പ്രവൃത്തികൾ പാപത്തിലേക്കും ശാപത്തിലേക്കും നയിക്കുന്നതാണ്. അത് ജഡത്തിന്റെ സ്വഭാവം, ജഡത്തിന്റെ ചിന്ത. എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. ജഡത്തിന്റെ ചിന്ത മരണം. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവം ഈ ഇരുട്ടിന്റെ പ്രവൃത്തികളെ മാറ്റുവാൻ ആ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെയൊക്കെയും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ചിന്തകളും ദൈവത്തിന്റെ സ്വഭാവവും വരുവാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ എങ്ങനെ ധരിക്കണം? യേശു വരുന്ന ഹൃദയത്തിൽ ഇരുട്ട് വസിക്കുവാൻ കഴിയത്തില്ല. അത് ജീവന്റെ പ്രമാണത്തിലാ പിന്നീട് പോകുന്നത്. വെളിച്ചം വന്ന് ഒരു വ്യക്തി ജീവന്റെ പ്രമാണത്തിലാണ് നടക്കുന്നത്. ജീവന്റെ പ്രമാണമില്ലാതെ ഇരുട്ടിൽ സഞ്ചരിക്കുന്നു എങ്കിൽ അവനിൽ ജീവനില്ല എന്ന് തിരുവചനം പറയുന്നു. തിരുവചന പ്രകാരം ഇരുട്ടിന്റെ ശക്തിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയത്തുള്ളൂ. യഹോവ കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. യഹോവയായ ദൈവമാണ് പറഞ്ഞത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ആ വെളിച്ചം ദൈവമായിരുന്നു. ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കേണ്ടത്. ദൈവം വസിക്കുന്ന ഹൃദയത്തിൽ ഇരുട്ട് വരുവാൻ കഴിയത്തില്ല. ഇരുട്ടിൽ നിന്ന് നമ്മളെ നയിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് നമ്മളിൽ വന്നെങ്കിലേ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവനും ഈ പ്രമാണം അനുസരിപ്പാൻ തയ്യാറുള്ളവനും ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയും കണ്ണുനീരും ഭയഭക്തിയും നിമിത്തം അവന് ഉത്തരമരുളിയെന്ന്. കണ്ണുനീരും ഭയഭക്തിയും നിമിത്തം ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു.
പുത്രനിലെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തന്നെ അനുസരിക്കുന്ന ഏവർക്കും കർത്താവ് തന്നെ യേശുക്രിസ്തു ഒരനുസരണക്കേടും കാണിച്ചിട്ടില്ല. ദൈവഭക്തനായിരുന്നു. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു എല്ലാവർക്കും ആഹാരം കൊടുത്തു, എല്ലാവർക്കും ആ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പറഞ്ഞു വിട്ടു. യേശുക്രിസ്തു വന്നത് പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനും പാപത്തിൽ നിന്ന് വിടുവിക്കാനും ലോകത്തിൽ വന്നു. എങ്കിലും കർത്താവ് സർവശക്തനായിരിക്കുന്ന ദൈവമാണ് ഇറങ്ങി വന്ന് ഈ മനുഷ്യരൂപം എടുത്തത്. എത്ര താഴ്മ, എത്രത്തോളം ഭയഭക്തി! ഈ വെളിച്ചമായവൻ, ഈ രക്ഷയാകുന്ന ഞാൻ തന്നെ, യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചം. ആ വെളിച്ചമായവനാണ് ഇത്രത്തോളം താണു വന്നിറങ്ങി മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി, മനുഷ്യരുടെ പാപങ്ങളെ പോക്കുവാൻ വേണ്ടി മരിച്ച് കാൽവറി ക്രൂശിൽ മരിച്ചതും. ആ യേശുവിന്റെ പാത പിൻപറ്റുന്ന നമ്മളിൽ ഓരോരുത്തരും ഈ വെളിച്ചമായവൻ വസിക്കണം. വെളിച്ചമായവൻ നമ്മളിൽ വസിച്ചാൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് വെളിച്ചത്തിൽ അയക്കുവാൻ ദൈവം സഹായിക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കഷ്ടങ്ങളിൽ ഇരിക്കുന്നവർക്ക്, വേദനയിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നവൻ ഈ വെളിച്ചമായവൻ മാത്രമേ ആശ്വാസം പകരത്തുള്ളൂ. ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം ലഭിക്കുവാൻ വിളിക്കുന്നത് എങ്ങനെ? കർത്താവിനോട് ഈ ദൈവമേ എന്നൊന്ന് വിളിക്കുവാൻ, ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ, ഈ ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ ആശ്വാസം പ്രാപിക്കാമായിരുന്നു. എത്രയെത്ര ജീവിതങ്ങൾ ഇരുട്ടിൽ ഇന്നും ഇരിക്കുന്നു. ഇരുട്ടിന്റെ പ്രവൃത്തികളെ തേടിപ്പിടിച്ച് തടഞ്ഞ് നടക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ഇരുട്ടിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടർ. എന്നാൽ വെളിച്ചത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടരെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ട് പ്രവൃത്തികൾ ഒരുപോലെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വെളിച്ചത്തിലുള്ളവർ അനേകർ വെളിച്ചത്തിലേക്കും വെളിച്ചത്തിന്റെ മക്കളായി തീരുവാനും അനേകർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ആദിവാസികളാണെങ്കിലും സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും പാരമ്പര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾ അനേകർ ഇരുട്ടിൽ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ ചിലരൊക്കെ ഈ കർത്താവിനെ അറിയണമെന്ന് ഒളിച്ചും പാത്തും കരഞ്ഞും വിലപിച്ചും ഒക്കെ ആണെങ്കിലും ദൈവത്തെ അറിയണമെന്ന ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളവരുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിൽ അവരെയൊക്കെയും വേർതിരിച്ച് മുൻപോട്ട് കൊണ്ടുവരേണ്ടതിനു വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ് ആവശ്യം. പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ, എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നെങ്കിൽ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ദൈവം സഹായിക്കും. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ ദേശത്തൊക്കെ വളരെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോവുകയാണ്. ദേശത്തെല്ലാം വലിയ ഇരുട്ടുകളാണ്. അനേക മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കരണ്ടൊന്നും ഇല്ലാത്ത ഒരു സമയങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളുടെ ദേശത്ത് എല്ലാം ഭയങ്കര കാറ്റും മഴയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയല്ല, പലയിടത്തും വെള്ളം പൊങ്ങി വാഹനങ്ങളൊന്നും പോകാൻ പറ്റത്തില്ലാത്ത തടസ്സങ്ങളാണ്. സ്കൂളുകളിലെല്ലാം അവധിയാണ്. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്നാൽ അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെയൊക്കെ വിടുവിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ആണെങ്കിലും ഞങ്ങളുടെ ഇവിടെ അടുത്ത ഒരു മരം ഒടിഞ്ഞു വീണ്, എന്നാൽ ഞങ്ങളുടെ ഈ കരണ്ട് കമ്പിയിലോട്ടാണ് വീണത്. എങ്കിലും അത് ഞങ്ങളുടെ വീടിനോട് ചേർന്നായിരുന്നോണ്ട് വീടിന് സംഭവിക്കാമെന്ന് ഒന്നായിരുന്നു. എങ്കിലും കർത്താവ് അത് മാറ്റിക്കളഞ്ഞു. ഞാൻ കർത്താവിനെ എത്രമാത്രം സ്തുതിക്കണമെന്ന് ഞാൻ അന്ന് ചിന്തിക്കുമായിരുന്നു. കർത്താവ് എത്ര വലിയവൻ! ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ടവനും ലോകത്തിൽ നിന്ന് ഇന്നലെ മാറ്റപ്പെടാമായിരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു.
ഒരു മരം ഒടിഞ്ഞു വീണ് അതിന്റെ പച്ച ഇല കൂടെ എല്ലാം കൂടെ വീണ് അത് വെട്ടി മാറ്റേണ്ടതിന് പോലും ആരുമില്ലായിരുന്നു. പുള്ളിക്കാരൻ തന്നെ അത് വെട്ടി മാറ്റി ആ പച്ചില വീണതെല്ലാം. എന്നാൽ കൃപയാൽ ഒരു ദോഷവും വരാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ വീടിനെയും ഒക്കെ ദൈവം സംരക്ഷിച്ചു എന്ന് വേണം പറയാൻ. കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ആരും ഇല്ലായിരുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. തന്റെ ദൂതഗണത്തെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു എന്ന് വേണം, സംരക്ഷിക്കുവാൻ വേണ്ടി എന്ന് വേണം ഞങ്ങൾക്ക് പറയാൻ. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങളെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് ചിലരൊക്കെ സ്നാനപ്പെടുവാനുണ്ടെങ്കിലും ആരും വളരെ കഷ്ടങ്ങളിൽ കൂടെ പോകുന്ന ഒരു സമൂഹമാണ്. ഈ സമയം അവര് പണിയെടുത്താൽ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് വന്ന് കുടിച്ച് അല്പം ഒരു നേരത്തേക്ക് വല്ല ഒരാഹാരത്തിന് കൊണ്ടുവരും. അത് കഴിച്ചു കുടിക്കും. അവിടെ കൂടി വരുന്നവർക്ക് എല്ലാവർക്കും കൂടെ അത് കൊടുക്കും. മറ്റ് സമുദായക്കാരെ കൂട്ടല്ല ഈ ആദിവാസികൾ. ആദിവാസികൾ എന്ന് പറയുമ്പോൾ അവര് രാവിലെ പോവും, പണിക്ക് പോയി കിട്ടുന്നതും കൊണ്ട് അവര് സന്ധ്യയ്ക്ക് വരും. സന്ധ്യയ്ക്ക് വന്ന് അവര് ഒരു കഞ്ഞി വെക്കും. അതെല്ലാവർക്കും കൂടെ കൊടുത്ത്, അവിടെ എത്ര പേരുണ്ടോ അത്രയും പേർക്കും കൂടെ ഒന്നിച്ചു കൊടുത്ത് അവര് കഴിച്ച് കുടിച്ച് കിടക്കുന്ന ഒരു അനുഭവമാണ്. അല്ലാതെ പിറ്റേ ദിവസത്തേക്ക് ഒന്നും വെച്ചേക്കത്തില്ല, ഒന്നും കാണുകയല്ല. പിന്നെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്. പിന്നെ കിട്ടുന്ന പൈസ കൊണ്ട് അവർ ചായക്കടകളിൽ കയറും. പിന്നെ കുറെ മുറുക്കാന്, പിന്നെ കിട്ടുന്നത് കള്ള ലഹരിയുമാണ് അവരുടെ ആശ്രയം. ഇങ്ങനെയുള്ള ജനത്തിന്റെ ഇടയിലാണ് പോകുന്നത്. എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് കൊടുത്ത് അവരെ സഹായിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കൂടുതലും അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയല്ല, പ്രതീക്ഷിക്കാവുന്ന അതുമില്ല. പിന്നെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. ഏത് സ്ഥാനത്തും കർത്താവ് തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടി ഓരോ സ്ഥാനത്തും അയച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. നമ്മുടെ പ്രാണൻ കർത്താവിന്റെ സന്നിധിയിലാണല്ലോ ഇരിക്കുന്നത്, കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ പ്രാണന് കേടുവരാതെ സൂക്ഷിക്കേണ്ടത് കർത്താവിന്റെ കടമയായതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ പ്രാണനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാണനെ, ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്നു. എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിച്ചതുകൊണ്ട് പല കഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാനിടയായി. യഹോവ എൻ്റെ, ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? എൻ്റെ വൈരികളിൽ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ അവർ ഇടറി വീഴുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ നേരെ വന്ന ശത്രുക്കൾ ഇടറിപ്പോയതായ ചില സന്ദർഭങ്ങൾ, ഞങ്ങൾ വടക്കനാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്ത് RSSകാരും BJPക്കാരുമായി പലരും, BJPക്കാരും തന്നെയല്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, ഒരു 10-600ഓളം ജനം ഒന്നിച്ചുകൂടി ഞങ്ങളെ ആ വീട്ടിലിട്ട് ചുട്ടുകൊല്ലും എന്ന് പറയാൻ. ഇവർ മതം മാറ്റുന്നവരാണ്, മതം മാറ്റാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് ചുട്ടുകൊല്ലുമെന്നും പറഞ്ഞ് ഒരു 600 പേരോളം കൂടി ആ ദേശത്ത്. അപ്പം പലരും ഇറങ്ങി. അന്നവിടെ തിരുവചനം പഠിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. പിള്ളേരെയൊക്കെ 10-60 പിള്ളേർ വന്ന് സൺഡേ സ്കൂൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു. ഒരു ദിവസം ഇവരെല്ലാരും കൂടി ഇങ്ങനെ കൂടിയപ്പം കുറെ പേരിറങ്ങി, നമുക്കും ഈ കൂട്ടത്തിൽ ജീവിക്കണ്ടേ, ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ, എന്നാ ഇവന്മാരോട് പൊരുതുമെന്നും പറഞ്ഞ് കമ്പും വടിയുമായിട്ട്, എന്നാൽ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തിട്ട് ഞങ്ങൾ അടങ്ങുള്ളെന്നും പറഞ്ഞ് ചിലരൊക്കെ മുണ്ട് മടക്കി കുത്തി ഇറങ്ങിയപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് പോയിരുന്നു പ്രാർത്ഥിക്കാം, ഇതിന്റെ നടുവിൽ ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ ജനത്തെ അല്ല നമ്മൾ പേടിക്കേണ്ടത്, നമ്മളെ ഇവിടെ കൊണ്ടുവന്ന കർത്താവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്.
അതുകൊണ്ട് വെറുതെ ദ്രോഹിക്കാൻ വരുന്നവർ നമ്മൾ ലജ്ജിച്ചു പോകും. നമുക്ക് ഭയപ്പെടേണ്ട, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഭർത്താവിനെ കൂടെ വിളിച്ചു, ബാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ഉടനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന 2-3 കുഞ്ഞുങ്ങളുണ്ട്, ദൈവത്തെ അറിയുന്ന ആ കുഞ്ഞുങ്ങളായിരുന്നു. അവര് സൺഡേ സ്കൂൾ പഠിച്ച കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഒരു അത്ഭുതം ചെയ്ത് ചുട്ടുകൊല്ലാൻ വന്ന ജീവിതങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരും മാറാൻ തുടങ്ങി. തല്ലിക്കൊന്ന വന്ന BJP-ക്കാരും RSS-കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാ പാർട്ടിക്കാരും കൂടിയാണ് വന്നത്, മതം മാറ്റുന്നു എന്നുള്ള പേരിൽ. എന്നാൽ സ്വർഗത്തിലെ ദൈവം എവിടുന്നോ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ഇത് നമ്മുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് കുറെ പേരെ മാറ്റി, കുറെ പേരങ്ങനെ പോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ അറിയാതെ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞു വേറെ കുറെ പേര് പറഞ്ഞു, എടാ അവന്മാര് നമ്മളെ കൂട്ടിയത് ഇവര് നമുക്കിട്ടൊരു വേല വെക്കാനാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ വേറൊരു വഴിയായിട്ട് പോയി. ഉടനെ BJP-ക്കാരും RSS-കാരും മാത്രമായി. അപ്പം RSS-കാർ പറഞ്ഞു ഇത് നമുക്കിട്ടൊരു പണി തരാൻ വേണ്ടി ഇവന്മാര് ചെയ്തതെന്നും പറഞ്ഞ് അവരും മാറി. ഉടനെ BJP-ക്കാരും അങ്ങനെ മാറാനിടയായി. വന്നു നോക്കിയപ്പോൾ 2, 3, 4 പേര് നിൽപ്പുണ്ട്. 10-600 പേര് വന്നിടത്ത് കൃപയാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അനേക അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായത് ഞങ്ങളുടെ കണ്ണാൽ കാണുവാൻ ഇടയായിട്ടുണ്ട്. അനേക ഭൂതഗ്രസ്തര് കടന്നു വന്നേച്ച് പ്രാർത്ഥിച്ച് അലറി ഓടുന്നത് കാണുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. മരണം ഞങ്ങളെ പിടികൂടാവുന്ന അനേക സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയായി. അതിൽ നിന്നും സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ വിടുവിച്ചു. തിരുനാമ മഹത്വത്തിനു വേണ്ടി ഇന്ന് ഈ വാർദ്ധക്യത്തിലും ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. ആ 3 കുട്ടികൾ 2 പേർ ബീഹാറിലെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഒരാളുടെ വിവാഹം കഴിയാനുണ്ട്. കൃപയാൽ ഇന്ന് ഞങ്ങൾ ഈ വയനാട്ടിലെ കുളവുപാറ എന്ന സ്ഥലത്ത് പാർക്കപ്പെടുന്നു. എൻ്റെ വീടിപ്പോൾ വയനാട് ഡിസ്ട്രിക്റ്റിൽ കുളവുപാറ എന്ന സ്ഥലത്താണ്. കൃപയാൽ ഞങ്ങൾ ഇന്നുവരെയും ദൈവം നടത്തി പരിപാലിക്കുന്നു. അതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നാം ലോകത്തിൽ ഒരു വെളിച്ചമായി തീരേണ്ടതിന് വേണ്ടിയാണ് നമ്മളെ കർത്താവ് പുറത്തു കൊണ്ടുവന്ന്. എന്നെ കർത്താവ് പുറത്തു കൊണ്ടുവന്ന് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാനാണ്. എനിക്ക് പലപ്പോഴും വേണ്ട പോലെ വെളിച്ചമായി തീരുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇതുവരെയും കർത്താവ് നിർത്തി ഇരുട്ടിന്റെ സകല പ്രവൃത്തികളും വിട്ടുമാറി വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാൻ വീണ്ടും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കൃപയിലേക്ക് ഞങ്ങളെ നടത്തേണ്ടതിനു വേണ്ടി നിങ്ങളുടെയും വിലയേറിയ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇരുട്ടിന്റെ സകല പ്രവൃത്തികളും നമ്മെ വിട്ടുമാറി വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തില് തൻ്റെ കഷ്ടതയുടെ നടുവില് മാതാപിതാക്കൾ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ കൈവിട്ടു, ഒറ്റപ്പെട്ട് വനാന്തരങ്ങളിൽ പോയപ്പോഴും കർത്താവിന്റെ കരം കൂടെ ഇരുന്ന ആ ഇരുട്ടിൽ, ആ വെളിച്ചമില്ലാതിരുന്ന സ്ഥാനത്ത് അവിടെ വെളിച്ചം പ്രകാശിപ്പിച്ചു. ആ ശത്രുവായവൻ കടന്നു വന്നപ്പോൾ ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചതുപോലെ ഞങ്ങളെയും പലപ്പോഴും വിടുവിച്ച ആ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദേശത്തൊരു വേല ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച്
ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശത്ത് സമുദായസ്ഥരായ ആൾക്കാരാണ് ഞങ്ങൾ പാർക്കുന്നതിൻ്റെ ഈ ദേശത്തുള്ളത്. അപ്പം അവരൊക്കെയും വിടുവിക്കപ്പെടേണ്ടതിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തൊരു കൂട്ടായ്മ ഉണ്ടാകണം. ഇരുട്ടിന്റെ പ്രവൃത്തികൾ മാറണം. ഇവിടുന്ന് ചില 6-7 കിലോമീറ്റർ അകലെ മാത്രമേ ഉള്ളൂ വേലസ്ഥലങ്ങള്. എല്ലായിടത്തും ഇല്ലതാനും. വേണ്ട പോലെ നാട്ടിലെ പോലൊന്നും സുവിശേഷ വേല ഈ ദേശത്തില്ല. പ്രവർത്തനങ്ങളും അധികമില്ല. അത്തെ ഒരു ദേശമാണ്. ഈ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദേശത്ത് അനേകര് കഷ്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിലും പാപത്തിന് ഒരു കുറവുമില്ലാത്ത ദേശമാണ്. പാപത്തിൽ നശിക്കുന്ന ഒരു കൂട്ടം ജനം എന്തും ചെയ്യുവാൻ ത്തില്ലാത്ത ഒരു കൂട്ടം ജനം. കാരണം ഇരുളാണ് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അതെങ്ങനെ മാറ്റണമെന്ന് അവർക്ക് അറിയത്തില്ല. അവരോട് പറഞ്ഞാൽ അത് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നവര് ആ മദ്യത്തിന് അടിമകളായിരിക്കുന്ന ജീവിതത്തെ എങ്ങനെ രക്ഷിക്കണം എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. ആ ദർശനം നമ്മൾ കിട്ടണം. ഓരോ വ്യക്തികളെ കുറിച്ചും ഓരോ ജീവിതങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ആ വീട്ടിൽ പോകാൻ കഴിയത്തുള്ളൂ. അല്ലാതെ കയറി ചെന്നാൽ തന്നെ അത് വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയത്. അതുകൊണ്ട് ഞങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവീയ ദർശനം നമ്മളിൽ ഓരോ വ്യക്തികളെ കുറിച്ച് ഇന്ന വീട്ടിൽ എന്ന് പറയുന്ന ഒരു ദർശനം ആ ദൈവീയ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ നിർത്തണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, അങ്ങനെ ഞങ്ങളെ കാണിച്ചു തന്ന് ഞങ്ങളെ അയക്കണമെന്ന്. അങ്ങനെ കാണിച്ചു തരുന്നതായ നാളുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ അങ്ങനെ കണ്ട് പലയിടത്തും പോയി. അത് ദൈവം സക്സസ് ആക്കി തന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണുവാൻ ദൈവം ഇടയാക്കി. വീണ്ടും അങ്ങനെ തന്നെ കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തൊന്നുകൊണ്ട് രസം വരുത്താവുന്ന. വെളിച്ചം 14 മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. വെളിച്ചം നമ്മളിൽ ഇല്ല എങ്കിൽ പിന്നെ വരുന്നത് ഇരുട്ടാണ്. ആ ഇരുട്ട് വ്യാപിച്ചാൽ ആ വെളിച്ചം പ്രകാശിക്കാൻ കഴിയത്തില്ല. അപ്പം വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ആ വെളിച്ചം നമ്മളിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ ഇരുട്ട് കയറും. അതിന്റെ മുകളിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ഉപ്പ് രസം വരുത്തുന്നതാണ്. എല്ലാ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് രുചി വരുത്തുന്നതാണ് ഉപ്പ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം. ഉപ്പ് രുചിപ്പിക്കുന്നതാണ്, അനേകരെ രുചിപ്പിക്കുന്നതാണ്. ആ രുചി ഇല്ലാതെ പോയാൽ അതിനെ പുറത്തു കളയുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ വെളിച്ചത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളിൽ ഇരുട്ട് കയറിയാൽ, ഇരുട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളെ പുറത്തു കളയുവാൻ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പുറത്തു പോകുന്നവരായിട്ട് തീരാതെ വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ കൂടെ ദേശത്തിന് സൗഖ്യം വരുത്തുവാൻ, ദേശത്തെ വിടുവിക്കുവാൻ നമ്മളെ കർത്താവ് ഉപയോഗിക്കും. നമ്മളെ അനേക കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാന് സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വെളിച്ചം നമ്മളിൽ പ്രവർത്തിച്ചാൽ, ഇരുട്ട് മാറിയാൽ, ഇരുട്ടിന്റെ സകല പ്രവൃത്തികളും നമ്മളിൽ നിന്ന് മാറിയാൽ, അത് നമ്മുടെ ചിന്താഗതികളിലാണ്, ചിന്താമണ്ഡലത്തിലാണ് ഏറ്റവും വലിയ പാപം കടന്നുകൂടുന്നത്. ആ പാപത്തിന്റെ ശക്തി ചിന്താമണ്ഡലത്തിൽ കഴിയുമ്പോഴാണ് സകല ബന്ധനങ്ങളും നമ്മളിൽ ഭീതി പടർത്തി, ഭീതി കൊണ്ട് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. എന്നാൽ ആ ഭീതിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൂടെ വെളിച്ചത്തിന്റെ ശക്തി വ്യാപരിക്കേണ്ടതിന് ഈ നാളുകളിൽ നമുക്ക് ദേശത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വെളിച്ചമായി തീരാം. ഒരു കൈത്തിരി പോലെ ദൈവസന്നിധിയിൽ പ്രകാശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ.
ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം സ്തോത്രം. ഉപ്പ് രസം വരുത്തുന്നത് പോലെ നമുക്കും അനേകർക്ക് ഒരു രസം വരുത്തുന്നവരും രുചിയുള്ളതാക്കി നമ്മളെ കൊണ്ട് നമ്മൾ നിമിത്തം അനേകർ രുചിയുള്ളവരായി തീരുവാൻ, രസം വരുത്തുന്നവരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവസന്നിധാനത്തെങ്കിൽ എന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നു. എന്നെ ഒരു പരിചയവുമില്ലാത്ത ഫെബ സിസ്റ്റർ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാൻ ഇടയാക്കി. ആ സിസ്റ്റർക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിന് മുഖാന്തരമാക്കി തീർത്തത് ജെസ്സി ജോബോയി ആണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. തന്നെയല്ല, ഞങ്ങൾക്ക് ഇന്നൊരു മരണമുണ്ട് ഇപ്പൊ 10 മണിക്ക്. അത് കാരണത്താൽ ഞാൻ പലവിധമായ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനെല്ലാം കടന്നു പോകണം, ചെല്ലണം. അതുകൊണ്ട് ഞാൻ ഇപ്പം തൽക്കാലം ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സാവകാശം ഒരുക്കി തന്നു എന്നെ കേട്ടിരുന്നതായ എല്ലാ ദൈവമക്കൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമായി തീർന്നത് കൊണ്ട് എനിക്കും ഈ വെളിച്ചത്തിലേക്കും ഈ രക്ഷയിലേക്ക് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. നിങ്ങൾ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവ സന്നിധാനത്തിൽ താണിരിക്കുന്നു. താങ്ക് യു മാൻഡി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും വചനങ്ങൾ കേൾക്കുവാനിടയായല്ലോ. കേൾപ്പിച്ചതുപോലെ നാം ലോകത്തിന്റെ വെളിച്ചമായി, ഹല്ലേലൂയ, ഭൂമിയുടെ ഉപ്പാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുന്നതിനാൽ കർത്താവിനെ പോലെ ആയി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദേശത്തെ കഷ്ടങ്ങൾ അനുഭവിപ്പാൻ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ സന്തോഷ് ഹല്ലേലൂയ ഉണ്ട്. കർത്താവിന്റെ ദാസന് ഹല്ലേലൂയ 10 മിനിറ്റ് ഹല്ലേലൂയ എടുക്കുവാനായിട്ട് 10-15 മിനിറ്റ് ഉണ്ട്. കർത്താവിന്റെ ദാസൻ ചെറിയൊരു സന്ദേശവും അതോടൊപ്പം പ്രാർത്ഥിച്ച ആശീർവാദം പറയാനായിട്ട് കർത്താവിന്റെ വിലയേറിയ ദാസനെ ക്ഷണിച്ചോളും. മോശമുണ്ടാകുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പകലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ, പരിപാലിക്കുന്നല്ലോ. ആ ദൈവകൃപയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം വാട്സില്ല മാതാവിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് അവസരം ഒരുക്കിയല്ലോ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് പ്രിയ മാതാവ് തന്ന സന്ദേശം നമുക്ക് ഒരിക്കൽ കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും ദൈവശക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോലെ പ്രകാശമുള്ളവരായി മാറുവാൻ ഈ നാളുകളിൽ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല, എങ്കിലും മാതാവ് പറഞ്ഞ് അവസാനിപ്പിച്ചതായ വേദവാക്യം തൊട്ട് ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. നാം ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചമായ ക്രിസ്തു നമ്മുടെ അകത്ത് വരണം എന്നാണ് നമ്മുടെ ഇന്ന് നമ്മളെ കേൾപ്പിച്ച സന്ദേശം. ആ വെളിച്ചമായ ക്രിസ്തു നമ്മളിൽ വന്നു എന്നതിന് തെളിവ് എങ്ങനെ നമുക്കറിയാമെന്നതിനെ കുറിച്ചാണ് വാട്സിലെ മാതാവ് നമ്മോട് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഇരുട്ടുമുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വെളിച്ചവുമുണ്ട്. ഞാൻ അതിനെ വിളിക്കുന്ന ഇപ്രകാരമാണ്: നമ്മുടെ അകത്തെ മനുഷ്യനെന്നും പുറത്തെ മനുഷ്യനെന്നും. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ടാണ് നമുക്കത് വെളിപ്പെടുത്തരുന്നത്. നമ്മുടെ പുറത്തെ മനുഷ്യനാണ് നമ്മളിലുള്ള ഇരുട്ട് എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനാണ് നമ്മളിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ വെളിച്ചം. ആ വെളിച്ചം നമ്മിൽ പ്രകാശിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പുറം മനുഷ്യൻ മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രകാശത്തെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. പത്തിലെ മാതാവ് ഇവിടെ സൂചിപ്പിച്ചു, നമ്മിൽ വരുന്ന രൂപാന്തരമാണ് അതിന് കാരണമായി മാറപ്പെടുന്നത്. അപ്പോൾ ഓരോ ദിനവും നമ്മളിൽ വരുന്ന രൂപാന്തരം
ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നത് വളരെ വാസ്തവമായ വേദവാക്യങ്ങളാണ്. ഇതിനേക്കാൾ ബലകമായ ഒരു വേദവാക്യം നിങ്ങളോട് ഞാൻ കണക്ട് ചെയ്യുന്നു. യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 17 മുതലുള്ളതായ വേദവാക്യങ്ങൾ നിങ്ങൾ ദയവായി എടുത്ത് അത് വായിക്കണം എന്ന് ദൈവനാമത്തിൽ എടുക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സമയം നമ്മുടെ മുന്നിലല്ലോ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. ആന്റി അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ച ആന്റി. 2-ാം അധ്യായം 7-ാം വാക്യം മുതൽ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയായല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയായത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് നല്ല വാക്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കണ്ടോ, യോഹന്നാന്റെ വിശദീകരണം കണ്ടോ? നമ്മിൽ സത്യ വെളിച്ചമായ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളിൽ നിന്ന് സ്നേഹം പുറത്തു വരും. ദൈവ സ്നേഹം. അത് എങ്ങനെ തിരിച്ചറിയാം? അത് നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കത് തിരിച്ചറിയാം. പ്രിയമുള്ളവര്, പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവസ്നേഹം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നയോളം നമ്മൾ ഇരുട്ടിലിരിക്കുന്നു എന്നാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ ഇന്ന് കടന്നു വന്ന സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവിന് തരാനുള്ള സന്ദേശം അതാണ്. നമ്മൾ യേശുവിലാണ് ജീവിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാം. നമുക്ക് ആദ്യം മുതലേയുള്ള കൽപ്പനയാണിത്. ആ കൽപ്പന കർത്താവിന്റെ സ്നേഹം നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാണ്. റോമാലേഖനം 5 നമ്മൾ വായിക്കുന്നതിനെയാണ് യേശു എന്ന് പറയുന്ന സ്നേഹത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇരുട്ട് മാറിപ്പോകും. വാത്സല്യ മാതാവ് സൂചിപ്പിച്ചതായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 1 മുതലുള്ള വേദവാക്യത്തിൽ പറഞ്ഞ ഇപ്രകാരമാണ്: വലിയ ഇരുട്ട് ഭൂമിയെ മുഴുവനും ബാധിക്കപ്പെട്ടു. എന്നാൽ യഹോവയായ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അത് വെളിച്ചം വന്നു. ആ വെളിച്ചം ഏതാണ്? ആ വെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നാണ് വേദപുസ്തകം നമുക്ക് തരുന്ന വെളിപ്പാട്. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നത് 12-13 വാക്യങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ ആദ്യം വെളിച്ചം വന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നമ്മിൽ ഒരു സൃഷ്ടിപ്പ് നടക്കണമെങ്കിൽ, നമ്മിൽ ഒരു പുനർജലീയ വാഴ്ത്തത്വം മുളച്ചു വരണമെങ്കിൽ, നാളുകൾ കൊണ്ട് കേട്ട പല വാഴ്ത്തത്വങ്ങൾ നമ്മുടെ മേലില്ലേ? 2023 കേട്ടത്, 2022 കേട്ടത്, 2000 കേട്ടത്, അങ്ങനെ കേട്ടതായി ഒത്തിരി വിത്തുകൾ നമ്മുടെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. എന്നാൽ സാത്താൻ അതിനെ മൂടി വച്ചിരിക്കുന്നു. ആ മൂടി വച്ചിരിക്കുന്ന ഇടത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന വെളിച്ചം അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ച ആത്മാവ് അതിനെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ മറഞ്ഞു കിടക്കപ്പെടുന്ന ആ വിത്തുകൾ പുറത്തു വരികയും എന്നെയും നിങ്ങളെയും മാറിയവരെ പോലെ ദൈവകൃപയിൽ ഇനിയിപ്പോൾ സ്വത്രം ഏത് സാഹചര്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കപ്പെടുന്നത്, നിങ്ങൾ ഏത് സ്ഥലത്തിലായിരിക്കപ്പെടുന്നത്, ഏത് സ്ഥലത്തിലാണോ ആയിരിക്കപ്പെടുന്നത്, അവിടെ ചില വിത്തുകൾ മുളച്ചു വരും. ചില വാഴ്ത്തത്വത്തിന്റെ വിത്ത് മുളച്ചു വരപ്പെടും. ദൈവകൃപയുടെ വിത്ത് മുളച്ചു വരപ്പെടും. ഇന്ന് പകൽക്കാലം നമുക്ക് ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം പാകിത്തന്നതായ അനേക വാഴ്ത്തത്വങ്ങളുടെ വിത്തുകളുണ്ട്. അത് ഈ ഭൂമിയിൽ വെച്ച് നേടേണ്ട വാഴ്ത്തത്വങ്ങളുണ്ട്. ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കപ്പെടേണ്ട വാഴ്ത്തത്വങ്ങളുണ്ട്. ലോകത്തിന്റെ വെളിച്ചമായി മാറപ്പെടുവാൻ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കപ്പെടേണ്ട ചില വാഴ്ത്തത്വങ്ങൾ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം ചിലതിനെ കൽപ്പിച്ച് നമ്മുടെ അകത്തേക്ക് അയച്ചിട്ടുള്ള വെളിച്ചം ചിലതിനെ പുറത്തു കൊണ്ടുവരും. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശദീകരണ ഭയം കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. വെളിച്ചമായ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നെങ്കിൽ
വാസ്തവമായി നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റും, നമ്മുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പറ്റും, നമ്മുടെ അല്ലെങ്കിൽ ബന്ധുമിത്താദികളെ സ്നേഹിക്കാൻ പറ്റും, മക്കളെ സ്നേഹിക്കാൻ പറ്റും, തലമുറകളെ സ്നേഹിക്കാൻ പറ്റും, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റും. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയപ്പെടുന്നു, ചിലരുടെ ബന്ധങ്ങളെ അകറ്റിക്കൊണ്ട്, ഇന്ന് പകൽക്കാലം ചില ബന്ധങ്ങൾ, വീട്ടിനകത്ത് ചില ബന്ധങ്ങളെ അകറ്റിക്കൊണ്ട് സ്നേഹബന്ധത്തെ ഇല്ലാതെയാക്കി, ഹാലലി മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം, മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹിക്കാൻ കഴിയാതെ വണ്ണം പിശാച് ഇരുട്ടിന്റെ പ്രവൃത്തിയെ ശക്തിയോടുകൂടി വ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലമുറകൾക്ക് നേരെ പോരാടുന്ന, കുടുംബത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, സഭയ്ക്കകത്ത് പോരാടുന്ന ചില വാഴ്ചകൾ ഇന്ന് പകൽക്കാല ആത്മാവിൽ അഴിഞ്ഞു മാറി ദൈവമഹത്വം ഇതിനകത്ത് വ്യാപരിക്കപ്പെടും. ചിലരോട് പരിശുദ്ധാത്മാവിന് ശക്തമായി പറയാനുള്ള ആലോചന, വിരുട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സൃഷ്ടിപ്പുകൾ, ചില വാഴ്ചത്തങ്ങളുടെ സൃഷ്ടിപ്പുകൾ തമ്പുരാന് ചെയ്യാനുണ്ട്. അർത്ഥനാ ജഗൽ പ്രൗഢമനഘടകതി ഷുഡരാരമനഘടകസി അർത്ഥുനേ ദിവൽ പ്രൗഢമനഘടകതി. ഹല്ലേലൂയ. ദൈവമഹത്വം, ദൈവമഹത്വം, ദൈവമഹത്വം. കർത്താവെ, വെളിച്ചമായ ക്രിസ്തു പ്രിയപ്പെട്ടവരുടെ അകത്തളങ്ങളിൽ വരട്ടെ. ഞങ്ങളുടെ കർത്താവെ, വെളിപ്പെട്ട് വന്നിരിക്കുന്ന ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടവകാശികളായ ഞങ്ങളുടെ മേൽ വളർന്നിരിക്കുന്ന വാഴ്ത്തത്വങ്ങൾ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ അത് ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ വെളിച്ചത്തിന്റെ പുത്രനാണ്, ഞാൻ വെളിച്ചത്തിന്റെ ആത്മാവിനിൽ വസിക്കുന്നു. അത് ഹല്ലേലൂയ എന്റെ സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ, എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ, എന്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കഴിയേണ്ടതിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പണിയണമേ കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ, യേശുവിന്റെ സ്നേഹത്താൽ, യേശുവിന്റെ വെളിച്ചം ഞങ്ങളുടെ അകത്തളങ്ങളിൽ ആഴത്തിൽ ചലിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. ഉടമനഘടകതി അടമനഘടകസി അർത്ഥുനാ ജഗൽ പ്രൗഢമനഘടകതി ഷുഡാരവാലബാര സംഭരേജികൽ പ്രൗഢമനഘടകതി. യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഈ ഹല്ലേലൂയ സ്തോത്രലിയ മാതാക്കൾ ഒരുമിച്ച് കൂടി, സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി മീറ്റിംഗ് കർത്താവ് ഏകദേശം 10-60ഓളം ആൾക്കാരിന്ന് ദൈവവചനം സാക്ഷ്യവും ശ്രദ്ധിക്കപ്പെട്ടു. ആ മാതാവിന്റെ ജീവിതത്തിൽ ക്രിസ്തു വരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ പ്രലപിതമാകുന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടി അവർ കടന്നുപോയെങ്കിലും അവിടെ നിന്നെല്ലാം സ്വർഗം അവരെ പുറത്തു കൊണ്ടുവന്നു, അവിടെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്നു, അവിടെ തലമുറകളെ പുറത്തു കൊണ്ടുവന്നു. ആദിവാസികളുടെ ഇടയിൽ കർത്താവെ പ്രിയപ്പെട്ടവർ ശുശ്രൂഷയുമായി ക്രിസ്തുവിന്റെ വെളിച്ചവുമായി അവർ ചെന്ന് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ അവർക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനവധി അമ്മമാരിനകത്തുണ്ട്, അനവധി സഹോദരിമാർ അതിനകത്തുണ്ട്. അവിടെ ഹൃദയത്തിനകത്ത് ഒരു വെളിച്ചമായി മാറട്ടെ കർത്താവെ. ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ചിലരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. ചിലരെ പട്ടണങ്ങളിലേക്ക് തമ്പുരാൻ അയക്കണമേ കർത്താവെ, രാജ്യങ്ങളിലേക്ക് തമ്പുരാൻ അയക്കണമേ കർത്താവെ, ഹല്ലേലൂയ സംസ്ഥാനങ്ങളിലേക്ക് തമ്പുരാൻ അയക്കണമേ കർത്താവെ, ഗ്രാമങ്ങളിലേക്ക് തമ്പുരാൻ അയക്കണമേ കർത്താവെ. ഇന്ന് ഈ വെളിച്ചം പേറിക്കൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കണം. പാട്ടില്ല അമ്മയെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം, അവരൊരു ആരാധനാലയത്തിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ആ പട്ടണത്തിൽ വഴികളെ തുറന്നു കൊടുക്കേണ്ടത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ എല്ലാവിധമാകുന്ന ഐശ്വര്യങ്ങൾ ദൈവം പകരണമേ. ഇതിനകത്ത് കൂടി കർത്താവേ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സത്യ വെളിച്ചം എന്നിലുണ്ട്, സത്യ വെളിച്ചം എന്നിൽ വസിക്കുന്നു. സത്യ വെളിച്ചം എന്നിലുണ്ടെങ്കിൽ ഇരുട്ടിന് എന്റെ വീട്ടിൽ സ്ഥാനമില്ല, ഇരുട്ടിന് എന്റെ ശരീരത്തിൽ സ്ഥാനമില്ല, ഇരുട്ടിന് എന്റെ കുടുംബത്തിന് സ്ഥാനമില്ല. കർത്താവേ എവിടെയൊക്കെയോ ശരീരത്തിൽ രോഗമെന്ന് പറയുന്ന ഇരുട്ട്, ശാപമെന്ന് പറയുന്ന ഇരുട്ട് കുടുംബത്തിനകത്ത് വാഴുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ വെളിച്ചത്തെ ഞങ്ങൾ ആത്മാവിൽ കൽപ്പിച്ചാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സത്യ വെളിച്ചത്തെ കുടുംബങ്ങളിൽ, ശരീരങ്ങളിൽ, ആത്മാവിൽ കൽപ്പിച്ചാക്കുകയാണ്. ഹല്ലേലൂയ. ഇരുട്ട് മാറി ചില വാഴ്ചത്വങ്ങൾ മുളച്ചു വരട്ടെ.
ഇരുട്ടുമാറി ചില വായ്ത്തത്തങ്ങൾ മുളച്ചു വരട്ടെ. ചില ഹല്ലേലൂയ ഈ വായ്ത്തത്ത സന്താനങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. വായ്ത്തത്ത കൃപകൾ വെളിപ്പെട്ട് വരട്ടെ. ചിലരുടെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷകൾ ഇരുട്ട് മൂടിയിരിക്കപ്പെടുന്നു. ഹല്ലേലൂയ ജീവിതത്തെ പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദേശത്തിന്റെ പോരുകൾ ഹല്ലേലൂയ അവർക്കെതിരെ തല ഉയർത്തി നിൽപ്പുണ്ട്. തലമുറകൾക്ക് നേരെ തല ഉയർത്തി നിൽപ്പുണ്ട്. ശുശ്രൂഷയ്ക്കെതിരെ തല ഉയർത്തി നിൽപ്പുണ്ട്. ആ ഇരുട്ടിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ച് വെളിച്ചമുണ്ടാകേണ്ടതിന് ആത്മാവിൽ കൽപ്പിക്കും. അങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അല്ലെങ്കിൽ സിംഗപ്പൂരിലുള്ള ദൈവസഭയെ ഓർക്കുന്നു, അതിലെ ദൈവമക്കളെ ഓർക്കുന്നു, വാട്സിലെ ആന്റി ഓർക്കുന്നു, വാട്സിലെ ദൈവദാസനെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവ് വരും ദിവസങ്ങളിൽ അവർ യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർ കടന്നുപോയി ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കപ്പെടുന്നു. ദൈവഹിതമാണെങ്കിൽ ആ ശുശ്രൂഷകൾ വളരെ നിറവേറ്റപ്പെടുവാൻ സഹായിക്കണം. ആ പിതാവിനെയും മാതാവിനെ സ്നാനപ്പെടുത്തി കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. താഴ്ത്തിയേൽപ്പിച്ചു മുദ്രവയ്ക്ക് കൃപയെ പൊതിയണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗ്ഗ നല്ല പിതാവേ, ആമേനോട് പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പരിശുദ്ധാത്മ നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നല്ല സാക്ഷ്യം ദൈവമാത്മാവ് കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. അനേകർക്ക് ഇതൊരു പ്രചോദനമായി മാറേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ നല്ല കൃപയും നമ്മെ ആശിച്ചു വരുന്ന പരിശുദ്ധ സഹവാസം കൂട്ടായി പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും നിന്നേക്ക് കാലാവസനത്തോളം കർത്താവിന്റെ മേഘ പ്രത്യക്ഷീകരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.